ബന്ധം പൂർണ്ണമായും തകർന്നുവെന്ന് പാകിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടെന്നും പാക് പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് വ്യോമാക്രമണം നടത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും സങ്കീർണമായിരിക്കുകയാണ്. ഏതു സമയവും പാകിസ്ഥാനെതിരെ താലിബാന്റെ തിരിച്ചടി ഉണ്ടാകുമെന്നിരിക്കെയാണ് പാകിസ്ഥാന്റെ ഈ പ്രസ്താവന പുറത്തുവന്നിരിക്കുന്നത്. താലിബാൻ കാബൂൾ പിടിച്ചെടുത്തതിനു ശേഷം താൻ വ്യക്തിപരമായി അവരെ സ്വാഗതം ചെയ്യുകയും ബന്ധങ്ങൾ സുസ്ഥിരമാക്കുന്നതിനായി പലതവണ അഫ്ഗാനിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ അതൊന്നും പ്രയോജനപ്പെട്ടില്ലെന്ന് ഖോജ ആസിഫ് പറഞ്ഞു. പാക് മാധ്യമമായ ജിയോ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഖോജ ആസിഫിന്റെ പരാമർശം. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നല്ല മാറ്റത്തിനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. എല്ലാ പരിധികളും ലംഘിക്കപ്പെടുന്നതുവരെ പ്രതീക്ഷ എപ്പോഴും നിലനിൽക്കണം. എന്നാൽ ഇന്ന് ഞങ്ങൾ അവരെ പൂർണ്ണമായും എഴുതി തള്ളുകയാണ്. അവരിൽ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല എന്നാണ് ഖോജ ആസിഫ് പറഞ്ഞത്. താലിബാൻ തങ്ങളെ ആശ്രയിക്കുമെന്നാണ് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നതെന്നും എന്നാൽ മുഴുവൻ സമവാക്യങ്ങളും തലകീഴായി മറിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. പാക് താലിബാനുമായുള്ള ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ശമനമില്ലാതെ തുടരുന്നതിനിടെയാണ് ഖോജ ആസിഫിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം പാക് അതിർത്തിയോട് ചേർന്ന അഫ്ഗാനിസ്ഥാനിലെ ഖോസ് പ്രവിശ്യയിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നു. ഇതിൽ 9 കുട്ടികളടക്കം 10 പേർ കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെന്ന വാദം ഖോജ ആസിഫ് തള്ളിക്കളഞ്ഞു. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഞങ്ങൾ പ്രതികരിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ സാധാരണക്കാർ ഒരിക്കലും ഞങ്ങളുടെ ലക്ഷ്യമല്ല. ഞങ്ങൾക്ക് പാരമ്പര്യവും പെരുമാറ്റച്ചട്ടങ്ങളും അച്ചടക്കവുമുള്ള ഒരു സൈന്യമുണ്ട്. പെരുമാറ്റച്ചട്ടമോ പാരമ്പര്യങ്ങളോ ഇല്ലാത്ത താലിബാനെ പോലെ ഒരു അസംഘടിത കൂട്ടമല്ല ഞങ്ങളെന്നും ഖോജ ആസിഫ് പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിന് പ്രതികാരമായി ഇസ്ലാമിക നിയമപ്രകാരം തിരിച്ചടിക്കുമെന്ന് താലിബാൻ പ്രതികരിച്ചിരുന്നു. ഇക്കാര്യം മാധ്യമപ്രവർത്തകൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഏത് ഇസ്ലാമിക നിയമം എന്ന് ചോദിച്ച ഖോജ ആസിഫ് രോക്ഷാകുലനായി ദശാബ്ദങ്ങളോളം അയൽവാസിയുടെ വീട്ടിൽ താമസിച്ച് പിന്നീട് രക്തം ചൊരിയാൻ ആവശ്യപ്പെടുന്ന ഏത് നിയമമാണെന്ന് അഫ്ഗാൻ താലിബാൻ പിന്തുടരുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. താലിബാൻ നേതൃത്വം മുമ്പ് പാകിസ്ഥാനിൽ അഭയം തേടിയതിനെ പരോക്ഷമായി പരാമർശിച്ചാണ് ഖോജ ആസിഫ് വിമർശനം ഉന്നയിച്ചത്. അതേസമയം ഇരുപക്ഷവും വെടിനിർത്തൽ തുടരാൻ തീരുമാനിച്ചെന്നായിരുന്നു തുർക്കി നേരത്തെ പ്രസ്താവനയിലൂടെ അറിയിച്ചത്. സമാധാനം നിലനിർത്താനും വെടിനിർത്തൽ ലംഘിക്കുന്ന രാജ്യത്തിനെതിരെ പിഴ ചുമത്താനും തീരുമാനിച്ചെന്നും ഇസ്താംബുൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ 2021 ദോഹ സമാധാന ഉടമ്പടി അനുസരിച്ച് ഭീകരാക്രമണം ചെറുക്കുന്നതിനുള്ള നടപടികളിൽ താലിബാന്റെ വീഴ്ച സംഭവിച്ചു എന്ന നിലപാടിലാണ് പാകിസ്ഥാൻ. സമാധാനവും സുസ്ഥിരമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയതെന്നും സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി പാകിസ്ഥാൻ നിലകൊള്ളുമെന്നും രാജ്യാന്തര വാർത്താ ഏജൻസിയായ AP-ക്ക് നൽകിയ അഭിമുഖത്തിൽ പാക് വിദേശകാര്യ വക്താവ് പറഞ്ഞിരുന്നു. അഫ്ഗാനിലെ ജനങ്ങളുടെ താൽപര്യത്തിന് വിരുദ്ധമായുള്ള താലിബാന്റെ നടപടികളെ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.